1987 ജൂൺ 24 അർജന്റീനയിലെ ഒരു സ്റ്റീൽ കമ്പനിയിൽ ജോലിക്കാരനായ ഒരു അച്ഛനും അതുപോലെ തൂപ്പുജോലി ചെയ്തിരുന്ന ഒരമ്മയ്ക്കും തങ്ങളുടെ മൂന്നാമത്തെ മകനായി ഒരു കുട്ടി ജനിക്കുകയാണ്. അവർ ആ കുട്ടിക്ക് പേരിട്ടു ലയണൽ ആൻഡ്രസ് മെസ്സി. ഒരു ഫുട്ബോൾ ആരാധകനായ അച്ഛൻ മെസ്സി പിച്ച് വെച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഫുട്ബോൾ സമ്മാനമായി നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫുട്ബോളിനോടൊരു കടുത്ത ഭ്രമം മെസ്സി എന്ന കുഞ്ഞു ബാലനിൽ മുളപൊട്ടി. മെസ്സി എന്ന ആ ബാലൻ മറന്നില്ല. ഫുട്ബോളിനോടുള്ള മെസ്സിയുടെ അതിയായ ഇഷ്ടവും ഡെഡിക്കേഷനും കൊണ്ട് തന്നെ 8-ാം വയസ്സിൽ ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് എന്ന് പറയുന്ന ഒരു ക്ലബിൽ മെസ്സിക്ക് അംഗത്വം ലഭിക്കുകയാണ്. മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച മെസ്സി ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ വിധിയുടെ കറുത്ത കരങ്ങൾ മെസ്സി എന്ന ബാലനിൽ പിടിമുറുക്കി. തൻ്റെ 11-ാം വയസ്സിൽ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖം മെസ്സിക്ക് ഉണ്ട് എന്ന് കണ്ടെത്തുകയാണ്. വളർച്ചയ്ക്കാവശ്യമായ ഒരു ഹോർമോണിൻ്റെ കുറവ് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് കണ്ടെത്തി. ഈ ഹോർമോണിൻ്റെ കുറവ് മൂലം ശരീരത്തിൻ്റെ രക്തസമ്മർദ്ദം കുറയുകയും കൊളസ്ട്രോൾ ലെവൽ കൂടുകയും ചെയ്യുന്ന ഒന്നാണെന്ന് കണ്ടെത്തി. എന്നാൽ രോഗങ്ങളെയൊന്നും വകവയ്ക്കാൻ ആ ബാലൻ തയ്യാറായിരുന്നില്ല. അവൻ്റെ ഉള്ളിൽ കത്തിജ്വലിച്ചിരുന്ന ഫുട്ബോൾ പ്രണയം അവനെ മൈതാനങ്ങളിൽ മായാജാലം സൃഷ്ടിക്കുന്ന ഒരു മജീഷ്യനാക്കി മാറ്റിക്കൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി മാസം ഏകദേശം $900 കണ്ടെത്തുക എന്നത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു കാര്യം തന്നെയായിരുന്നു. പല ക്ലബ്ബുകളും ഈ രോഗത്തിൻ്റെ പേരും പറഞ്ഞ് മെസ്സിയെ ഏറ്റെടുക്കുന്നതിൽ വിസമ്മതിച്ചു. പക്ഷേ തോറ്റുകൊടുക്കാൻ മെസ്സി തയ്യാറായിരുന്നില്ല. തൻ്റെ അസുഖത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഫുട്ബോൾ കാണുമ്പോൾ അദ്ദേഹം മറന്നു. മെസ്സിയുടെ ഫുട്ബോൾ പ്രേമത്തിന് മുമ്പിൽ അസുഖത്തിന് മുട്ടുമടക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം. അദ്ദേഹം ബോളുമായി മൈതാനം നിറഞ്ഞാടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ തൻ്റെ 13-ാം വയസ്സിൽ ചാൾസ് രക്ഷക് എന്ന് പറയുന്ന ബാഴ്സലോണിയൻ ക്ലബിൻ്റെ ഡയറക്ടർ മെസ്സിയെ ബാഴ്സലോണ ക്ലബിലേക്ക് എടുക്കുവാനായി തീരുമാനിക്കുകയാണ്. എന്നാൽ മറ്റുള്ളവരുടെ എതിർപ്പിനെ തുടർന്ന് അദ്ദേഹത്തിന് ആ തീരുമാനം മാറ്റേണ്ടി വന്നു. എന്നാൽ വിധിയുടെ കരസ്പർശം ഇത്തവണ മെസ്സിക്ക് അനുകൂലമായി വരികയാണ്. 2 മാസത്തിന് ശേഷം മെസ്സിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അദ്ദേഹം ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു കൊടുക്കുകയാണ്. അതോടുകൂടി മെസ്സിയുടെ എല്ലാ ചികിത്സാ ചിലവുകളും ബാഴ്സലോണ ക്ലബ് ഏറ്റെടുക്കുകയാണ്. അതുപോലെ തന്നെ ബാഴ്സലോണയുടെ യൂത്ത് അക്കാഡമിയിൽ മെസ്സി പരിശീലനം ആരംഭിക്കുകയാണ്. തൻ്റെ ചികിത്സാ ചിലവ് ഏറ്റെടുത്ത ക്ലബിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള മോഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അലതല്ലിക്കൊണ്ടേയിരുന്നു. തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് അദ്ദേഹം മൈതാനത്ത് പ്രയത്നിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ആ അസുലഭ നിമിഷം മെസ്സിയെ തേടിയെത്തി. തൻ്റെ 16-ാം വയസ്സിൽ ബാഴ്സലോണ FC വേണ്ടി അദ്ദേഹം ബൂട്ടണിയുകയായിരുന്നു. 2003 പോർട്ടോയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ മെസ്സിയുടെ മികവിൽ ബാഴ്സലോണ വിജയിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് മെസ്സിയുടെ രാജവാഴ്ചയുടെ കാലമായിരുന്നു. മറ്റുള്ളവരുടെ കണ്ണിൽ വളരെ നീളം കുറഞ്ഞ മെസ്സി തൻ്റെ കുറവുകളെ കണക്കാക്കാതെ തൻ്റെ കഴിവിൽ വിശ്വസിച്ച് മുന്നേറിക്കൊണ്ടേയിരുന്നു. തൻ്റെ ചെറിയ കാലുകൾ കൊണ്ട് മൈതാനത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 2005 മെയ്യിൽ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന ബഹുമതി മെസ്സിയെ തേടിയെത്തി. അങ്ങനെ തൻ്റെ 25-ാം വയസ്സിൽ മെസ്സിയെ തേടി മറ്റൊരു ബഹുമതി കൂടി എത്തുകയാണ്. ലാലിഗയിൽ 200 ഗോളുകൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി. അതുപോലെ തന്നെ ഫിഫയുടെ തുടർച്ചയായ 4 അവാർഡുകൾ, 3 ഗോൾഡൻ ബൂട്ട് പുരസ്കാരങ്ങളും മെസ്സിയെ എന്ന പ്രതിഭയെ തേടിയെത്തി. തൻ്റെ കുറവുകളെ വകവയ്ക്കാതെ ഒരു യോദ്ധാവിനെ പോലെ അദ്ദേഹം പന്ത് തട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ലയണൽ മെസ്സി എന്ന വ്യക്തി ഒരു സാധാരണക്കാരനായി ജീവിച്ചു മരിച്ചേനെ. തൻ്റെ കഴിവിൽ വിശ്വാസം അർപ്പിച്ച് അവയെ പരിപോഷിപ്പിച്ചെടുത്ത് ലോകത്തിനു മുമ്പിൽ തനിക്ക് കഴിയുമെന്ന് കാണിച്ച് അദ്ദേഹം ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ കുട്ടിക്കാലത്തെ അസുഖത്തിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച മാതാപിതാക്കളുടെ വിഷമം കണ്ടു വളർന്നതുകൊണ്ട് തന്നെ ഇന്ന് അർജന്റീനയിൽ ജനിക്കുന്ന ഓരോ കുട്ടിക്കും ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായാൽ ഓടിച്ചെല്ലാൻ 2003 ലിയോ മെസ്സി ഫൗണ്ടേഷൻ എന്ന പേരിൽ അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചു. നിർധന കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം എന്നിവയാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളെ സംഘടന ഏറ്റെടുക്കുകയും
അവരുടെ മുഴുവൻ ചിലവുകളും ഏറ്റെടുത്ത് അവരെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സഹായിക്കുകയും ചെയ്തു വരുന്നു. തൻ്റെ ജീവിതത്തിലൂടെ മെസ്സി നൽകുന്നത് ഒരു പാഠമാണ്. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി തീവ്രമായി പരിശ്രമിച്ചാൽ ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറാൻ നമുക്ക് കഴിയും. അടിയുറച്ച ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. വിജയം നിങ്ങളെ തേടി വരും.